ഭജനയുടെ ആനന്ദം കിട്ടും. അതുമാത്രമല്ല, ആവശ്യപ്പെടാതെ ഭഗവാനോട് പിന്നെ ഒന്ന് ആവശ്യപ്പെടേണ്ട, ഭഗവാനെ എനിക്ക് അങ്ങനെ ആ കാര്യം സാധിച്ചു തരണം, ഈ കാര്യം സാധിച്ചു തരണം എന്നൊന്നും പിന്നെ ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാൻ അറിഞ്ഞ് നമുക്ക് സകല അനുഗ്രഹങ്ങളും ഒരു പരിശ്രമവും ഇല്ലാതെ നമുക്ക് കിട്ടും എന്നാണ്. പക്ഷേ എന്തു വേണം? ആ നാവിങ്ങനെ ആസ്വദിച്ച് ഭഗവൻ നാമം ജപിക്കണം. വെറുതെ കിട്ടില്ല. അത് ഇപ്പോഴത്തെ കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത് ഒരു ശീലം വന്നാൽ തന്നെ നാമം നാവിൽ വരുള്ളൂ. അത് ശീലിക്കണം നമ്മൾ, എന്നാലേ കാര്യമുള്ളൂ. അടുത്ത ശ്ലോകം. നന്നായി വരും തീയതുമോർത്തു ചെയ്താൽ, നന്നായതും തീയതുമോർത്തു ചെയ്താൽ, നന്നായി വരും നിത്യമവന്നു നൂനം ത്വന്നാമസങ്കീർത്തനമാസ്വദിച്ചാലൊന്നായി വരും ജീവപരപ്രപഞ്ചം. നന്നായതും തീയതും, ഒരു ലാഭേച്ഛയില്ലാതെ സൽക്കർമ്മങ്ങൾ, സ്വധർമ്മം നിർവഹിക്കുക, അവനവൻ്റെ കടമകൾ ഒരു ലാഭേച്ഛയില്ലാതെ ചെയ്യുക, സാത്വിക കർമ്മങ്ങൾ. തീയതും ചീത്തയായിട്ടുള്ള നല്ലതല്ലാത്ത അവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അതിലേക്ക് പിന്നെ മനസ്സ് വയ്ക്കരുത് എന്നാണ്. സൽക്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ച് നടന്നാൽ, പറ്റാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ അനുഷ്ഠിച്ചാൽ അവനു നിത്യം നന്നായി വരും. അങ്ങനെയുള്ളവന് എന്നും എപ്പോഴും നല്ലത് മാത്രമേ വരൂ. നൂനം എന്നാണ്. നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അത് സുനിശ്ചിതമാണ് എന്നാണ് പൂന്താനം പറയണത്. ത്വന്നാമസങ്കീർത്തനം ആസ്വദിച്ചാൽ, അവിടുത്തെ തിരുനാമ സങ്കീർത്തനങ്ങൾ ചിത്തശുദ്ധിയോടെ അങ്ങനെ ചൊല്ലി ഭജിച്ചിരുന്നാൽ ഒന്നായി വരും ജീവപരപ്രപഞ്ചം, പരമാത്മ പ്രപഞ്ചങ്ങൾ എന്ന 3 ഭാവങ്ങളും ഒന്നായി വരും. അതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള അനുഭവം വരും എന്നാണ്. അല്ലെങ്കിൽ അദ്വൈതാനുഭൂതി, കൈവല്യം വരും, അല്ലെങ്കിൽ കൈവല്യം നേടും എന്നർത്ഥം. നാമം ജപിച്ചാൽ മാത്രം മതി, പക്ഷേ നാമം ജപിക്കണം. കുട്ടിക്കാലം മുതലേ നാമം ജപിച്ച് ശീലിപ്പിക്കണം കുട്ടികളെ. നമ്മളും അതേ കുട്ടിക്കാലം മുതലേ ശീലിച്ചാൽ